ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ എന്താ പറയുക, അമ്പലത്തിൽ നിന്നൊക്കെ അവർ വീട്ടിലേക്ക് വന്നു. നേരെ വരുന്നത് കോടതിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നീതിന്യായ ദേവതയുടെ മുന്നിൽ ഇങ്ങനെ പല്ലവി പേടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഇനി എന്താ സംഭവിക്കുക, എന്തായിരിക്കും പറയുക എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ജഡ്ജ് വന്നു, അതുപോലെ തന്നെ വാദിക്കാനുള്ള ഊർമിള വന്നു, അതുപോലെ തന്നെ കാട്ടൂരാൻ വന്നു, ഇന്ദ്രൻ വന്നു, എല്ലാവരും വന്നു കേട്ടോ. ഇനി അടുത്തത് എന്തായിരിക്കും ഇവരുടെ ഒരു വാദം എന്നറിയാനായിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ആകെ ക്യൂരിയോസിറ്റിയോടെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇന്ദ്രനെതിരെ അടുത്ത് എന്ത് അമ്പായിരിക്കും ഇവർ പ്രയോഗിക്കുക എന്നറിയാൻ. യു മേ പ്രൊസീഡ് എന്ന് ഊർമിളയോട് പറഞ്ഞു. അപ്പോൾ ഊർമിള എഴുന്നേറ്റു. യുവർ ഓണർ, കഴിഞ്ഞ തവണ ഇതേ കേസ് ഇതേ കോടതിക്ക് മുൻപിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ ഉന്നയിക്കാൻ പറ്റാത്ത ഒരു സുപ്രധാന വിവരം ഈ കോടതിയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എന്തായിരിക്കും അവർ അറിയിക്കാൻ പോണെന്ന് ഓർത്ത്. എതിർകക്ഷിയായ ഇന്ദ്രജിത്ത് ഒരു മനോരോഗിയാണ് എന്നുള്ളതാണ് യുവറോണ ആ വസ്തുത എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിന്നു. രോഗവിവരം മറച്ചു വെച്ചാണ് ഇയാളെ വിവാഹം പോലും കഴിച്ചിരിക്കുന്നത്. അത് ചീറ്റിംഗ് ആണ് യുവറോണർ. ധാർമ്മിക ബോധമുള്ള ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം കാട്ടൂരാൻ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഇനി എന്തായിരിക്കും എന്ന് ഓർത്ത. ആ ഒരൊറ്റ കാരണം മതി കോടതിക്ക് ഈ ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ കാട്ടൂരാൻ വേഗം എഴുന്നേറ്റു. ഇരുന്നിട്ടിരിക്കപ്പുറത്തില്ല ആൾക്ക്. യുവർ ഓണർ, എന്റെ കക്ഷിയെ നുണകൾ കൊണ്ട് തേജോവധം ചെയ്യാനാണ് എതിർ കക്ഷി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കക്ഷി മനോരോഗിയെ അല്ല യുവർ ഓണർ, ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനൊരു അസുഖമില്ല. ആയിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ആദ്യ വിചാരണ വേളയിൽ ഈ പ്രശ്നം ഉന്നയിച്ചില്ല? അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനൊരു രോഗത്തെക്കുറിച്ചും. പക്ഷെ ഞങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ബോധ്യം വന്നിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം തന്നെ മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഞെട്ടി കേട്ടോ കാട്ടൂരാൻ. എന്ത് തെളിവായി ഹാജരാക്കുക എന്നറിയില്ലല്ലോ. കളവാണ് യുവർ ഓണർ, ഈ പറയുന്നത് മുഴുവൻ കളവ് തന്നെയാണ് എന്ന് പറഞ്ഞു. ന്യായമായ ഒരു കാരണവുമില്ലാതെ ഡിവോഴ്സ് കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്റെ കക്ഷിക്ക് മേൽ മനോരോഗം ഇപ്പോൾ ആരോപിക്കുന്നത് യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പം മേഡം, ഗുരുതരമായ ഒരു വ്യക്തിഹത്യ ഒരു നിന്ദ്യമാണ്, അത് അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന് കാട്ടൂരാൻ ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനോരോഗമാണെന്ന് ഇന്ദ്രജിത്ത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. ഒരു കൃത്രിമ മരണം സൃഷ്ടിച്ച് കുറെ കാലം ഒളിവിലായിരുന്നു യുവർ ഓണർ ഇയാള്. അതിനുള്ള തെളിവുകളും പോലീസ് കേസ് വരെ ഉണ്ടായിരുന്നു യുവർ ഓണർ. അതിനുള്ള തെളിവുകൾ പോലീസ് സ്റ്റേഷനിൽ അത് സംബന്ധിച്ചുണ്ടായിരുന്ന കേസ് വിവരങ്ങൾ കോടതിക്ക് മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് കോടതിക്ക് മുൻപിൽ സമർപ്പിച്ചു കേട്ടോ. അപ്പൊ കാട്ടൂരാനൊന്ന് ഞെട്ടി. ആ കേസ് വിവരങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇന്ദ്രജിത്ത് ഒരു മനോരോഗിയാണ് എന്ന്. മനസ്സിന്റെ സമനില തെറ്റിയൊരു വ്യക്തിക്കല്ലാതെ ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കക്ഷിയെ കൊല്ലാൻ ഉദ്ദേശിച്ച് പുഴയിലേക്ക് തള്ളിയിട്ടത് പല്ലവിയും അയാളുടെ കാമുകനും കൂടി ചേർന്നിട്ടാണ്. അതിനുശേഷം എന്റെ കക്ഷിക്ക് ബോധമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. പിന്നെ ബോധമില്ലാതെ കിടന്ന ഇന്ദ്രജിത്ത് പെട്ടെന്ന് തിരിച്ചു വന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് യുവർ ഓണർ. പക്ഷെ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു വെക്കുന്നത് ഒരിക്കലും ശരിയല്ല. തിരിച്ചു വരാതിരുന്നത് മനഃപൂർവ്വമായിരുന്നു. എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചു. മരണം സൃഷ്ടിച്ച് മാറി നിൽക്കുന്നത് കൊണ്ട് ഇന്ദ്രജിത്തിന് എന്താണ് ഗുണം എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടാട്ടോ ഇല്ല കേട്ടോ. ഊർമിള മിണ്ടാവുന്നോ. അസംബന്ധം പറയുന്നതിനും വേണം ഒരു അതിരൊക്കെ. പിന്നെ ഒരു കാര്യം, മനോരോഗം ആയതുകൊണ്ട് ആ ഒരു എന്താ പറയാ, അത് നിഷ്കരണം തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്നാൽ തെളിവുകൾ അല്ലെങ്കിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും പല്ലവിക്ക് നല്ല ടെൻഷനുണ്ട്. സേതുവിനോ, യുവർ ഓണർ, എന്റെ കക്ഷി മനോരോഗിയാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നാണല്ലോ ബഹുമാനപ്പെട്ട എതിർഭാഗം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ജഡ്ജും ചോദിക്കാണ്, എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് കോടതിയും നമ്മുടെ ഊർമിളയോട് ചോദിക്കുകയാണ്. പിന്നെ എന്റെ കക്ഷിയുടെ ഭാവി ജീവിതം തന്നെ അവതാളത്തിലാവുമെന്നും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. കാട്ടൂരാൻ ചോദിക്കുന്നതിനും എന്താ പറയാ, അതിനും ഒരു ലോജിക്കുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ലോജിക്ക് തികച്ചും എന്താ പറയാ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ തിരിച്ചറിവുകൾ
കോടതിക്കും ഉടൻ തന്നെ ബോധ്യപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കാട്ടൂരാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, അതിനായിട്ട് എതിർ കക്ഷിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. കാട്ടൂരാൻ ഞെട്ടി. കാട്ടൂരാൻ ഇങ്ങനെ ഒന്തം വെട്ടിങ്ങനെ നോക്കാണ് കേട്ടോ. അപ്പൊ ഇനി എന്തായിരിക്കും അവനെ എന്താണെങ്കിലും വിദഗ്ധരായ ഡോക്ടർമാർ അടങ്ങിയ സംഘം എതിർ കക്ഷിയെ പരിശോധിക്കട്ടെ, മാനസിക നില എത്രമാത്രം ഭദ്രമാണെന്ന് അവര് പറയട്ടെ, അങ്ങനെ ഒരു വിധി ഉണ്ടാവണം എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മെഡിക്കൽ ബോർഡിൽ രൂപീകരണം എന്ന പെറ്റീഷൻ ഞാൻ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഊർമിള ആ പെറ്റീഷൻ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി. അല്ല അത് പിന്നെ എന്ന് പറഞ്ഞ് കാട്ടൂരാൻ ഇങ്ങനെ വെപ്രാളം പിടിക്കാൻ കേട്ടോ. ഇത് കാണുന്നുണ്ട് കോടതിയിലിരുന്ന ജഡ്ജ്. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, എന്താണ് കാട്ടൂരാന് പറയാനുള്ളത് എന്ന് ചോദിച്ചോ. കാട്ടൂരാൻ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? അല്ല യുവർ ഓണർ, അല്ല ഈ പട്ടിയെ പേപ്പട്ടി എന്ന് വിളിക്കാം, വേണമെങ്കിൽ തല്ലിക്കൊള്ളാം, പക്ഷേ അങ്ങനെ ഒരു കാട്ടുതന്ത്രമാണ് എതിർഭാഗം പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം വേഗം തന്നെ ജഡ്ജി ഇങ്ങനെ ചോദിക്കട്ടോ, അതെ മനോരോഗിയാണെന്നുള്ള തെളിവുകളൊന്നും കൈവശം ഇല്ലല്ലോ യുവർ ഓണർ, പിന്നെ അതുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്നത്. മാഡം അർഹിക്കുന്ന അവജ്ഞയോടെ ഈ ആവശ്യം തള്ളിക്കളയണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ കക്ഷിക്ക് മനോരോഗമില്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പ്. ആ പിന്നെ നിങ്ങൾ എന്തിനാണ് മെഡിക്കൽ ബോർഡിനെ പേടിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചു. അത് പിന്നെ മാഡം അത് എന്ന് പറഞ്ഞു. എങ്കിൽ എതിർഭാഗം വാദിഭാഗം മെഡിക്കൽ ബോർഡ് എന്ന ആവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് അത് അനുവദിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അയ്യോ എന്ന് പറഞ്ഞു കാട്ടൂരാൻ ചങ്കത്ത് കൈവച്ച് നിൽക്കാണ്. അപ്പൊ വേഗം തന്നെ സേതുവിന് ഭയങ്കര സന്തോഷമായി. കോടതി വാദിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നു. ഒരു മെഡിക്കൽ ബോർഡ് ഇന്ദ്രജിത്തിന്റെ മനോനില മെഡിക്കൽ ബോർഡ് ചേർന്ന് പരിശോധിക്കാൻ ഈ കോടതി ഉത്തരവാകുന്നു എന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഒരു അടി കാട്ടൂരാൻ ഇനി കിട്ടാനില്ല. അപ്പം സേതുവിനും പല്ലവിക്കും ഭയങ്കര സന്തോഷമായി. ഊർമിള ഇവരെങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. സേതുവിനെ അടി കിട്ടിയ പോലെ കാട്ടൂരാൻ കുനിഞ്ഞിങ്ങനെ ഇരിപ്പാണ്. എന്നിട്ട് ഇന്ദ്രനെ പല്ലവി ഒരു നോട്ടം നോക്കി. അപ്പൊ പിന്നെ വേണ്ട കോടതി നോക്കി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ദ്രൻ ഭയങ്കര ടെൻഷനിലാണ്. എത്തിയപ്പോഴത്തേനും നമ്മുടെ രാജലക്ഷ്മി ചോദിക്കുകയാണ്, എന്താണ് വക്കീലെ ഈ മെഡിക്കൽ ബോർഡ് എന്നിങ്ങനെ ചോദിച്ചു. മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ ഒരു സമിതി, അതാണ് മെഡിക്കൽ ബോർഡ്. കുറഞ്ഞത് ഒരു 3 പേരെങ്കിലും ആ ബോർഡിലുണ്ടാവും. അവര് ഇന്ദ്രനെ പരിശോധിക്കും എന്ന് പറഞ്ഞു. മെന്റൽ പേഷ്യന്റ് ആണോ എന്നുള്ള കാര്യം അവര് സർട്ടിഫൈ ചെയ്യും, അതാണ് നിയമം എന്ന് പറഞ്ഞു. അപ്പൊ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല്. അപ്പൊ മനോരോഗിയാണ് എന്ന് അവര് പറഞ്ഞാൽ കോടതി പിന്നെ ഡിവോഴ്സ് അനുവദിക്കാനായിട്ട് ഒട്ടും വൈകില്ല. എന്ന് വച്ചാൽ മെഡിക്കൽ ബോർഡിന്റെ രൂപീകരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടമാണ് എന്നാണ് അർത്ഥം. ദേ എന്റെ മോനെ ഒരു കുഴപ്പമില്ല എന്റെ വക്കീലെ, അവൻ ഒരിക്കലും മനോരോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ന് ചോദിച്ച് ഇങ്ങനെ നോക്കാം കേട്ടോ രാജലക്ഷ്മിയെ. അല്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ശക്തമായി വാദിച്ചത്? അല്ല ഒരു കാര്യം ഞാൻ പറയാം, വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത് എന്നാണ് നിയമം. എനിക്കറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുക, സത്യത്തിൽ ഇവന് വട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു വക്കീല്. ഇന്ദ്രൻ ഇതെല്ലാം കേട്ടിരിക്കുവാണ്. എനിക്ക് വട്ടുണ്ടോ ഇല്ലയോ അത് കണ്ടുപിടിക്കാനാണല്ലോ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്, അവരത് പറയട്ടെ. ആ അതും ഒരു കണക്കിന് ശരിയാ എന്ന് പറഞ്ഞു കാട്ടൂരൻ. പക്ഷെ രാജലക്ഷ്മിക്കാ നല്ല ടെൻഷൻ. മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാരൊന്നും എന്റെ മോനെ പരിശോധിക്കണ്ട, അത് ശരിയാവില്ല. അതെന്താ? വട്ടില്ലാത്ത ഒരുത്തനെ മെഡിക്കൽ സംഘം പരിശോധിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. സത്യം പറ, നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ല വക്കീലേ, അതുകൊണ്ടല്ല വക്കീലേ, മനോരോഗ്യാണോ അല്ലയോ എന്ന് ബോർഡ് പരിശോധിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞ അവരുടെയൊക്കെ നാവിന്റെ ഗുണം അറിയാലോ. വട്ടില്ലാത്ത ഒരുത്തനെ വട്ടാക്കിനാക്കി കളയും, അതാ സമൂഹത്തിന്റെ വേട്ടക്കാരനായി മാറും വക്കീലേ എന്ന് പറഞ്ഞു ഇന്ദ്രൻ. ഒരു കാരണമില്ലെങ്കിലും ദേ സമൂഹം നമ്മളെ വേട്ടയാടി തുടങ്ങും, ആഘോഷിക്കും. എന്തൊക്കെയാ മനുഷ്യന്റെ ആഘോഷങ്ങൾ, എന്നിട്ടും അവർക്ക് വന്നില്ലല്ലോ എന്ന് ആശ്വസിച്ച് തിരിച്ചു പോകും. മരിച്ചാലുണ്ട് സദ്യ, ജനിച്ചാലുണ്ട് സദ്യ, കല്യാണം കഴിച്ചാ സദ്യ, പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായ സദ്യ. ഹോ ആഘോഷാണ് വക്കീലെ, സകലതും ഒരാഘോഷം തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ വക്കീൽ എങ്ങനെ നിൽക്കാണ് കേട്ടോ. അതെ അങ്ങനെ ഒരു ആഘോഷത്തിന്, കണ്ടവന്റെ നാക്കിന്റെ ഉത്സവത്തിന്
ഞാനായിട്ട് നിന്ന് കൊടുക്കണോ എന്നാണ് അമ്മ ഇപ്പൊ ചോദിച്ചതിന് അർത്ഥം എന്ന് പറഞ്ഞു. എന്താ വക്കീലെ, രോഗം എന്ന് പറയുന്നത് കുറ്റമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്കതൊരു പേടിയേ ഇല്ല. ബോർഡ് എന്ത് വേണമെങ്കിലും കണ്ടുപിടിച്ചോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അതെ, പരിശോധന എന്ന് പറയുന്നത് നമുക്കതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. കോടതി ഒരു ഉത്തരവാണ്, അതനുസരിച്ചേ പറ്റൂ. പിന്നെ പക്ഷെ ഓർത്ത ഒരു കാര്യം, ബോർഡ് ഒരു കോടാലി തന്നെയാണ്. അതുകൊണ്ട് അവരുടെ റിപ്പോർട്ട് നെഗറ്റീവ് ആയാൽ എല്ലാം തീർന്നു. പിന്നെ ഇന്ദ്രൻ വേറെ പല്ലവി വേറെ, സെപ്പറേഷൻ അത് നടന്നിരിക്കും എന്ന് തന്നെ വക്കീല് തീർത്ത് പറയാണ് കേട്ടോ. ശരി, എന്നാലേ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചോ. അതെ, മോനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്ന് പറഞ്ഞിട്ട് നേരെ വക്കീൽ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇന്ദ്രൻ നല്ല ടെൻഷനിലാണ്. ഇന്ദ്രൻ വേറെ പല്ലവി വേറെ എന്നോ? അത് നടക്കില്ലെങ്കിലോ? എന്റെ പൊന്നു മോനെ, വെല്ലു വിളിച്ചത് കൊണ്ടായോ? കോടതിയാണ്, മെഡിക്കൽ ബോർഡാ, അതിന്റെ ഇത് പ്രശ്നമാവും. ബോർഡിൽ തട്ടി നമ്മൾ തന്നെ വീഴുന്ന തോന്നുന്നത്. എന്നിട്ട് ഇവൻ അട്ടഹസിച്ച് ചിരിക്കാണ് കേട്ടോ. അവന്റെ ചിരി കണ്ടിട്ട് എന്തോ ഇങ്ങനെ ചിരിക്കുന്നത്? നിന്റെ ഈ ചിരി കണ്ടാൽ തന്നെ നിനക്ക് ഭ്രാന്താന്ന് അവരെ ഉറപ്പിക്കും. അത് മതി, നിനക്ക് ഒരു പരിശോധന പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ കരയാം എന്ന് പറഞ്ഞു. അയ്യോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ ഭയങ്കര കരച്ചില്. എന്താ എന്റെ പൊന്നമ്മേ, എന്താ തൃപ്തിയായോ? മതിയോ? നവരസങ്ങളുണ്ട് എന്റെ കയ്യില്, എടുക്കട്ടെ ഞാൻ പുറത്ത് എന്ന് ചോദിച്ചു. ഇവന് എന്ത് ചെയ്യും? മിണ്ടാ നിക്കാണ്. ചില നേരത്ത് എന്താ പറയാ, ചിലപ്പോ ഞാൻ ഹീറോയാ, അല്ലെങ്കിൽ ആന്റി ഹീറോയാ ഞാൻ. അമ്മ എന്തിനു ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിച്ചു. എന്റെ പൊന്നമ്മേ, ഇത്തിരി ബുദ്ധിമുട്ടും ബോർഡുകാര് എന്നെ വീഴ്ത്താൻ. എങ്കിലും നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ ഇന്ദ്രൻ അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ പിന്നെ രാജലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ പല്ലവിയും സേതും കൂടി ഊർമിളയെ കാണാനായിട്ട് ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാ. എന്ത് തോന്നുന്നു? മെഡിക്കൽ ബോർഡ് ഫോം ചെയ്തത് എന്താണേലും നന്നായി. ഇതിലെന്തായാലും ഇന്ദ്രൻ പെടും. അതെ, അയാൾക്ക് ഒരിക്കലും മെഡിക്കൽ ബോർഡ് എന്നുള്ളൊരു കടമ്പ അത് കടക്കാൻ പറ്റില്ല. നമ്മുടെ ഡിമാൻഡ് മിനിമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മനോരോഗിയായ അയാളിൽ നിന്ന് പല്ലവി രക്ഷപ്പെടണം, അതൊരു ന്യായമായ ആവശ്യമാണല്ലോ. അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കോടതി നമ്മുടെ ആവശ്യം അത് അംഗീകരിക്കുകയും ചെയ്തത്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പാവം പെണ്ണായിരുന്നു കേട്ടോ ഇവള്. അങ്ങനെ ആരോടും മിണ്ടുക പോലും ഇല്ല. ഇപ്പോഴല്ലേ തനുസ്വരൂപം പുറത്തു വരുന്നത്. നീ കണ്ടോ, കേരളത്തിലെ പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സിന്റെ കൂട്ടത്തില് നിന്റെയും പേര് പരാമർശിക്കുന്ന ഒരു കാലം അധികം വൈകില്ല. അപ്പൊ സേതു വീണ്ടും പൈസ എടുത്ത് ദാ ഫീസ് എന്ന് പറഞ്ഞു. എടുക്കടോ, പറഞ്ഞതൊക്കെ ഇത്ര വേഗം താൻ മറന്നോ? എന്റെ പൊന്നു ഊർമിളെ, ഞാൻ പറഞ്ഞിട്ടാ, എനിക്ക് വേണ്ടിയിട്ട് നീ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? അത് ഞാനങ്ങ് സഹിച്ചോ? അതെ. അപ്പൊ അവിടെ ഗുമസ്തം വന്നു. മാഡം ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഊർമിളയുടെ കയ്യിലേക്ക് കൊടുത്തു. ഊർമിള കൈ കൊടുത്തിട്ട് എന്താണെന്നറിയോ, കോടതിയുടെ നിഗമനം എന്താണെന്നറിയോ പല്ലവി നിനക്ക്? ഇന്ദ്രനിൽ നിന്ന് അനീതി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഒരു നിഗമനം. അതൊരു കണക്കിന് നമ്മുടെ കാര്യത്തിന് നല്ലതാ. ഇങ്ങനെ കോടതിയുടെ നിരീക്ഷണം കേരളത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന ഈ റെഫറൻസിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ല, വേറെ അട്ടിമറികളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ത് അട്ടിമറി? പരിശോധനയ്ക്ക് എന്താണേലും നിർബന്ധിതനാകും ഇന്ദ്രൻ. അവിടുന്ന് ചാടിപ്പോരുക അതൊട്ടും പ്രായോഗികമായ കാര്യമല്ല. എന്ന് വെച്ചാൽ കേസ് നമ്മൾ ജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സേതുവിന്റെയും പല്ലവിയുടെ മുഖം നല്ല ആപ്പിള് പോലെ ചുമന്നു. വാദം കേട്ട വക്കീലുമാരും അതാ തന്നെ പറഞ്ഞത് എന്ന് അവിടെ നിന്ന് ഗുമസ്തം പറയാണ്. സാധാരണ ഞാൻ ഫാമിലി കോർട്ടിൽ ഏറ്റെടുക്കാറില്ല. എനിക്ക് ക്രിമിനൽ കേസുകളാ ഇഷ്ടം. ഇത് പിന്നെ നിന്റെ ആദ്യത്തെ വക്കീല് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ എടുക്കാന്ന് തീരുമാനിച്ചത്. ആ തീരുമാനം നന്നായി. വർഷങ്ങൾക്ക് ശേഷം ഏതായാലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. നിന്റെ ഫാമിലിയൊക്കെ? ഭർത്താവിനെ കുറിച്ച് ചോദിക്കുന്നെങ്കിൽ ഇല്ല, ഇപ്പോഴും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് അതിനുള്ള സമയം ആയിട്ടും ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചായ കുടിക്കാന്ന് പറഞ്ഞ് ഇവര് ചായയൊക്കെ ആസ്വദിച്ച് കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ്. ഇന്ദ്രൻ ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നത്.
നല്ല ടെൻഷനിലാണ് കേട്ടോ ഇന്ദ്രൻ ഇരിക്കുന്നത്. അപ്പൊ പ്രതാപൻ വന്നു. പ്രതാപൻ വന്നിട്ട് ആ എന്തായി എന്ന് ഇങ്ങനെ ചോദിക്കാണ്. മെഡിക്കൽ ബോർഡ് അതല്ലേ രൂപീകരിച്ചത് എന്ന് ചോദിച്ചു. അതെ, ഞാൻ പെട്ടു പ്രതാപ എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇതിൽ ഞാൻ പെട്ടുപോകും, ഉറപ്പായിട്ടും ഞാൻ കേസ് തോക്കും എന്ന് പറഞ്ഞു. അതോടെയാണ് ഇന്ദ്രന്റെ ടെൻഷൻ. ഞാനുള്ളപ്പോഴോ എന്ന് ചോദിച്ചു പ്രതാപൻ. താൻ എന്ത് ചെയ്യാനോടോ? താൻ എന്നെ ചുമ്മാ ചിരിപ്പിക്കാതെ. ഇന്ദ്ര, ഇത്രയും നാള് താൻ എന്നെ പരിഹസിച്ചു, എന്നെ കളിയാക്കി, എല്ലാം കേട്ട് സഹിച്ച് ഞാൻ നിന്നു. കാരണം അപ്പോഴൊക്കെ ഞാനായിരുന്നു ആവശ്യക്കാരൻ എന്നുള്ളതായിരുന്നു സത്യം. എന്താ ഇപ്പോ ആ സ്ഥാനം തനിക്കാ കിട്ടിയിരിക്കുന്നത്. താനാണ് ആവശ്യക്കാരൻ. അതുകൊണ്ട് ഞാനൊരു കഴിവുകെട്ടവനാണെന്നല്ലേ താൻ കരുതിയിരുന്നത്? എങ്കിൽ കേട്ടോ, എങ്കിൽ തന്റെ ബോർഡ് പരീക്ഷണത്തെ നേരിടാനുള്ള വഴിയൊക്കെ അതെനിക്കറിയാം എന്ന് പറഞ്ഞു. അതെ, ഈ രാഷ്ട്രീയക്കാരനാ ഞാൻ, തന്ത്രശാലി, കുശാഗ്ര ബുദ്ധിക്കാരൻ. എടോ, താൻ ഐഡിയ എന്താന്ന് പറ, എന്നിട്ട് തീരുമാനിക്കാം കുശാഗ്ര ബുദ്ധിയാണോ അല്ലയോ എന്ന്. മോക്ക് ഇന്റർവ്യൂ ഒന്ന് താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അങ്ങനെയൊന്നുണ്ട്. താൻ ഒരു കൊലപാതക കേസിലെ പ്രതിയാണെന്ന് താനങ്ങ് വിചാരിക്കാം. ചോദ്യം ചെയ്യാൻ വിളിക്കൂലോ പോലീസ്. ആ സമയത്ത് പോലീസ് എന്തൊക്കെ ചോദിക്കും, അതിനെങ്ങനെയൊക്കെ മറുപടി പറയണം എന്നൊക്കെ ആ പ്രതിയെ മുൻകൂട്ടി പരിശീലിപ്പിക്കുന്നതിനാണ് മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതെ, റിട്ടയർഡ് ചെയ്ത പോലീസുകാരാ ഈ പരിശീലനമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിശീലനം കിട്ടിയ പ്രതിക്ക് പോലീസുകാരുടെ ചോദ്യം ചെയ്യലിനെ എളുപ്പത്തിൽ അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ടും എന്റെ കേസുമായിട്ടുള്ള ബന്ധം താനും ഒരു മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതിന് മെഡിക്കൽ ബോർഡ് തന്റെ മാനസിക നില പരിശോധിക്കുന്നത് എങ്ങനെയാണ്, അവരെന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കും, അതൊക്കെ നേരത്തെ താൻ മനസ്സിലാക്കിയിരിക്കണം. അതിന് താൻ നല്ലൊരു ഡോക്ടറെ ആദ്യം കണ്ടുപിടിക്കണം. ഒരു മനഃശാസ്ത്ര ഡോക്ടർ മുൻകൂട്ടി തരണം എന്ന് അതിനർത്ഥം. അത് കൊള്ളാലോ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ കുശാഗ്രമായോ എന്റെ ബുദ്ധി? ആയി. എന്നാ വേഗം ചെന്ന് പറ്റിയ ഡോക്ടറെ കണ്ടുപിടിക്കുക. എന്നിട്ട് സമയം കളയാതെ പരിശീലനം തുടങ്ങുക. എന്നാ തനിക്ക് ബോർഡിന്റെ പരീക്ഷണത്തെ ഈസി ആയിട്ട് മാറി നടക്കാൻ പറ്റും. എന്നെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ കർത്ത. അയാൾ മതിയാവോ? ധാരാളം മതിയാവും എന്ന് പറഞ്ഞു. എങ്കിൽ താങ്ക് യു പ്രതാപ. ഇതേ എടോ, തനിക്ക് ഇത്രയും അറിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിത്, രാഷ്ട്രീയക്കാരനല്ലേ, ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്ന് ചോദിച്ചു. എന്തായാലും ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങോട്ടേക്ക് പോന്നു. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.